നാദാപുരം IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന എല്ലാ പത്രമാധ്യമ പ്രതിനിധികളെയും ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏറ്റവും വലിയ വിദ്യാഭ്യാസ ശൃംഖലയാണ് IHRD, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. IHRD കീഴിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി 87 സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു വിദ്യാഭ്യാസ ബോർഡ്. ഈ സ്ഥാപനങ്ങളിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ, അപ്ലൈഡ് സയൻസ് കോളേജുകൾ, പോളിടെക്നിക് കോളേജുകൾ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറികൾ, ഫിനിഷിംഗ് സ്കൂൾ, അങ്ങനെ 87 സ്ഥാപനങ്ങളാണ് ഈ കേരള ഗവൺമെൻറ്റിൻ്റെ IHRD എന്ന സ്ഥാപനത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇതിൽ 45ഓളം അപ്ലൈഡ് സയൻസ് കോളേജുകളാണ്. ഈ അപ്ലൈഡ് സയൻസ് കോളേജുകളുടെ കൂട്ടത്തിലുള്ള ഒരു പ്രധാന അപ്ലൈഡ് സയൻസ് കോളേജാണ് നാദാപുരം IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്. 2005 ആണ് ഈ കോളേജ് സ്ഥാപിതമായിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായി നാദാപുരം നിയോജക മണ്ഡലത്തിലെ ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് തുടർന്ന് വരാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഈ ഭാഗത്തിൽ, അതായത് കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, തലശ്ശേരി ഭാഗങ്ങളിലെ സാധാരണ ജനവിഭാഗക്കാരുടെ വിദ്യാർത്ഥികളാണ് ഈ കോളേജിൽ ഈ എക്കാലവും പഠിച്ച് ബിരുദം നേടി പുറത്തു പോയിട്ടുള്ളത്. ഈ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പരീക്ഷാ വിജയ ശതമാനവും അതുപോലെ തന്നെ ബിരുദം പൂർത്തിയാക്കുന്ന കുട്ടികളുടെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള തൊഴിലവസരങ്ങളും വെച്ച് ആ ഒരു ഗ്രേഡിലാണ് നമ്മുടെ ഈ മേഖലയിലെ, ഈ നാദാപുരം മേഖലയിലെ ഏറ്റവും മികച്ച കോളേജ് എന്നൊരു സ്ഥാനത്തിലേക്ക് ഈ കോളേജ് നിലനിന്ന് പോരുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്ഥാപനം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കല്ലാച്ചി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ്. അപ്പം ഈ ഹൈസ്കൂളിനെയും അതുപോലെ ഹയർ സെക്കൻഡറിയെയും കോളേജിയറ്റ് എഡ്യൂക്കേഷനെയും സംയുക്തമാക്കി അത് ഉൾപ്പെട്ടിട്ടുള്ളൊരു വിദ്യാഭ്യാസ ഹബ്ബായി ഈ ക്യാമ്പസിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തായിട്ട് 2 ചർച്ചകൾ അവിടെ നടന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ. കുട്ടികളുടെ പഠന സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പുതിയ അക്കാഡമിക് ബ്ലോക്ക് പണിയാനുള്ള സജീവമായ നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ MLAയും ഇപ്പോഴത്തെ MLAയും കോളേജ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ അക്കാഡമിക് ബ്ലോക്ക് പണിയാനുള്ള എല്ലാ നീക്കങ്ങളും ധാരണകളും ഇപ്പോൾ ആയിട്ടുണ്ട്. കോളേജിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു വികസന സമിതി, അതായത് കുട്ടികളുടെ പഠന സൗകര്യം, അക്കാഡമിക് നിലവാരം, അതേപോലെ തന്നെ ട്രെയിനിങ് സൗകര്യങ്ങൾ, ഉന്നത പഠനം, ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഒരു വികസന സമിതി കോളേജിൽ സജീവമായിട്ട് പ്രവർത്തിച്ച് വരുന്നുണ്ട്. അതിൽ അധ്യക്ഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട MP ആണ്, ചെയർമാൻ ബഹുമാനപ്പെട്ട MLA ആണ്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകളുടെ പ്രതിനിധികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, PTA, ഇതൊക്കെ കൂടിയിട്ടുള്ളൊരു വലിയൊരു വികസന സമിതി കോളേജിൽ സജീവമായി പ്രവർത്തിച്ച് വരുന്നുണ്ട്. IHRD 1987 കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ബൃഹത്തായ വിദ്യാഭ്യാസ ശൃംഖലയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2005 ഇവിടെ നാദാപുരം മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള കോളേജ്, സാങ്കേതിക വിദ്യയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു കോളേജ് കല്ലാച്ചിയിൽ സ്ഥാപിച്ചത്. അപ്പോൾ ഒരു 17ഓളം ബാച്ച് അവിടുന്ന് ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞു 20 വർഷമായിട്ട്. അപ്പോൾ ആ 17 ബാച്ചിലുള്ള കുറേ അലുമിനി ഫോറമൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒട്ടുമിക്ക പേരും അവിടുന്ന് കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് വ്യത്യസ്തമായ കമ്പനികളിൽ ജോലി ചെയ്യുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് SC ST OEC OBH വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികൾക്കും മെറിറ്റിൽ അഡ്മിഷൻ നേടുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഫീസ് ഇളവുണ്ട്. അവർക്ക് പരിപൂർണമായിട്ട് സൗജന്യമാണ് കോഴ്സ്. 3 വർഷം 4 വർഷം ഡിഗ്രി പരിപൂർണമായിട്ട് ഫ്രീ ആയിട്ട് അവർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ OBH എന്ന് പറയുന്നത് ഒരു OBCയിൽ ഒരു 33ഓളം കാസ്റ്റുകാരാണ് അതിൽ വരുന്നത്. അവർക്ക് പരിപൂർണമായിട്ട് ഫ്രീ ആയിട്ടാണ് ഈ കോഴ്സ് നൽകുന്നത്. തീർച്ചയായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ CAP, സെൻട്രലൈസ്ഡ് അഡ്മിഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പോൾ കുട്ടികളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു 50% സീറ്റ് നമുക്ക്
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടും 50% സീറ്റ് IHRD ഡയറക്റ്റ് ആയിട്ടുമാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. കല്ലാച്ചി പയന്തോങ് എന്ന സ്ഥലത്താണ് IHRD കോളേജ് പ്രവർത്തിക്കുന്നത്. അവിടെ LKG മുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ ഉള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ അവിടെ ഇപ്പോൾ ലഭ്യമാണ്. LKG, UKG, പിന്നെ LP സ്കൂൾ, UP ഹൈസ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ IHRD വരെ നിൽക്കുന്ന ഒരു പ്രദേശത്താണ് ഈ കോളേജ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കേറെ സൗകര്യപ്രദമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ലഭ്യമാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കോളേജിൽ പിന്നെ വരുന്ന കുട്ടികളൊക്കെ തന്നെ വലിയ സമ്പന്ന വിഭാഗത്തിലുള്ള ആളുകളൊന്നുമല്ല. നമ്മുടെ താലൂക്കിൻ്റെയും പിന്നെ താലൂക്കിൻ്റെ അടുത്ത പ്രദേശത്തിൻ്റെയും പിന്നെ ഭാഗങ്ങളിലുള്ള ആളുകളാണ് ഇവിടെ പഠനാർത്ഥം എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ തന്നെ വളരെ സൗകര്യപ്രദമായ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ബാധ്യത ഈ നാട്ടിനുണ്ട്. പഠനത്തോടൊപ്പം പാഠ്യേതര പരിപാടികളിലും വളരെ മികച്ച രീതിയിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്നൊരു സ്ഥാപനമാണ് നമ്മുടെ CS നാദാപുരം IHRD കോളേജ്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠ്യേതര പരിപാടി എന്ന് പറയുന്നത് NSS ആണ്, നാഷണൽ സർവീസ് സ്കീം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്ന പ്രൊജക്ട് എന്ന് പറയുന്നത് ജൈവ കൃഷിയായിരുന്നു. ഒരു വർഷം മൊത്തം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു ജൈവ കൃഷിയുടെ ഒരു തോട്ടം ഇപ്പോഴും കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ ചെയ്തിപ്പോഴും അവിടെ ഉണ്ട്. ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരിപാടികളിലും കുട്ടികൾ ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ചുവടെ വരുന്ന പലവിധ സർവേകളും അകത്തും പുറത്തുമായിട്ടുള്ള പലവിധ പരിപാടികളിലും കുട്ടികൾ ഭാഗമാവുന്നുണ്ട്. സപ്തദിന ക്യാമ്പ് ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികളിലും അവിടുത്തെ വില്ലിംഗ് ആയിട്ടുള്ള NSS വോളണ്ടിയേഴ്സിന് നമുക്ക് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. അതിൻ്റെ പുറമെ ആർട്സ്, സ്പോർട്സ് വളരെ മികച്ച രീതിയിൽ, അതിപ്പം യൂണിവേഴ്സിറ്റി തലത്തിലാണെങ്കിൽ സ്പോർട്സ്, ഫുട്ബോൾ ടീം ഉൾപ്പെടെ വളരെ മികച്ച രീതിയിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ ഉൾപ്പെടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ. അതേപോലെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ആർട്സ് കലാപരിപാടികളും വളരെ മികച്ച രീതിയിൽ വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. ഇതിൻ്റെ പുറമെ നമുക്കവിടെ ക്വിസ് ക്ലബ്ബ്, അതേപോലെ ലിറ്ററേച്ചർ ക്ലബ്ബ്, പിന്നെ ഇതിന് പുറമെ കുറച്ച് ക്ലബ്ബുകളും കൂടെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഇൻഡസ്ട്രിയൽ വിസിറ്റ്, ഇവരുടെ ഇപ്പോഴത്തെയും പഴയത്തെയും സിലബസിന്റെ ഭാഗമായിട്ട് ഫൈനലിൽ കൃത്യമായിട്ട് നിർബന്ധമായിട്ടും പോയിക്കൊണ്ടിരിക്കേണ്ട നമ്മുടെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് വളരെ ഭംഗിയായിട്ട് മികച്ച രീതിയിൽ വർഷങ്ങളായിട്ട് നടത്തി വരുന്നുണ്ട്. എല്ലാ കുട്ടികളെയും എല്ലാ പരിപാടികളിലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്.